ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരെയാണ്. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഓശാന ഞായറാഴ്ചയാണ്. ഹോളി വീക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 21 അധ്യായം 9 തിരുവചനം. യേശുവിൻ്റെ മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തു വിളിച്ചു, ദാവീദിൻ്റെ പുത്രന് ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന. ഈശോ ജെറുസലേമിലേക്ക് വരുമ്പോൾ ഒലിവില ചില്ലുകളെല്ലാം ഏന്തി ജനങ്ങൾ വലിയ ആരവത്തോടുകൂടി ഹോസാന വിളികളുമായിട്ട് ഈശോയെ എതിരിടുകയാണ്. കഴുതപ്പുറത്ത് ഈശോ വരുമ്പോൾ അവരെ രക്ഷിക്കുവാനുള്ള രക്ഷകനാ വരുന്നത് എന്നുള്ള ധാരണയിലാണ് അവർ പ്രകാരം വിളിച്ചു പറയുക. അവർ ചിന്തിച്ച ശരിയായിരുന്നു, ലോകത്തിൻ്റെ രക്ഷകൻ തന്നെ, അവരുടെ രക്ഷകൻ തന്നെയാണ്. പക്ഷെ പിന്നീട് അവരെല്ലാം ചിതറിക്കപ്പെടുന്നുണ്ട്. ഇന്ന് നീ നിൻ്റെ ജീവിതത്തിൽ ഈശോയ്ക്ക് ജൈവിളികൾ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഈശോയെ നിൻ്റെ രക്ഷകനായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, തിരിച്ചറിയുന്നുണ്ടോ എന്ന് നീ ഒന്ന് പരിശോധിക്കണം. ഒത്തിരി ചുറ്റുപാടുകളുടെ നടുവിലല്ലേ നീ, പലതരത്തിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിലല്ലേ, അതിൻ്റെ എല്ലാം നടുവിൽ ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് നീ ജൈവിളികൾ മുഴക്കുകയാണെങ്കിൽ അവൻ നിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും. ക്രിസ്തുവിനോടുള്ള ജൈവിളികൾ ആഴമേറി വിശ്വാസത്തിനാകട്ടെ, ആ ബോധ്യം അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ കൂപ്പും. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോ ഈ വ്യക്തി അനുഗ്രഹിക്കണേ. നിനക്ക് ഉള്ളു തുറന്ന് ജൈവിളിയെ വിളിക്കുവാനും ആഴമേറിയ വിശ്വാസം, നീ രക്ഷകനാണെന്നുള്ള വിശ്വാസം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിന് വേണ്ട നന്മകളെ കൃപകളെല്ലാം നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം.